പുള്ളിയുടെ അവസ്ഥ നിന്നേ പറ്റൂ. വൈശാഖേട്ടന് ടർബോ എഞ്ചിൻ ഓൺ ആക്കിയാലേ പറ്റുള്ളൂ. കാരണം ഹീസ് ദ ഡയറക്ടർ, ഹീസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. സോ ഇത്രയും ആൾക്കാരെ ഇൻക്ലൂഡിങ് മമ്മൂക്ക ബാക്കി എല്ലാവരെയും ചെയ്യേണ്ട ചുമതല പുള്ളിയാണ്, ടേക്ക് കെയർ ചെയ്യേണ്ട ചുമതല ഇതാണ്. വലിയൊരു പടമാണ്, 104-105 ദിവസം പോയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കത് ഫസ്റ്റ് പടം തൊട്ട് ഇത്ര വലിയ പടം ചെയ്യുന്ന ഒരു ഡയറക്ടറും കൂടിയാണ്. സോ ഈ പുള്ളിയും ടർബോ ജോസ് എന്ന് പറയുന്നത് ടർബോ വൈശാഖുമാണ്. പക്ഷെ ആക്ടിംഗ് ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിലോ എല്ലാരും ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിലും ഓക്കെ പറയാനല്ലേ ഡയറക്ടർ. എല്ലാവരും നന്നായിട്ട് ആക്ടിങ് ഞങ്ങളൊക്കെ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുത്തു. അതെ, ഇല്ലെങ്കിൽ വിളിക്കില്ലേ. പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ ഉത്തരം? രാജ്വി ഷെട്ടി എന്നൊക്കെ മാറ്റിയിട്ട് ടർബോ ഷെട്ടി അതൊക്കെ വേണ്ടിട്ടാ. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഒന്ന് ചോദിച്ചു ഞാൻ കൂടുതൽ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ആ ഒരു പവർഫുൾ ആണ്. സോ അതും എന്താ, he has to do that and he has done great job. ഇപ്പം ട്രെയിലർ കാണാണെന്നില്ല ഭയങ്കര മാസ് ഫൈറ്റിംഗ് മൂവി ഒക്കെയാ. ഞാൻ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോഴേ കളരി ചെയ്യാന്നൊക്കെ കണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഈ പടത്തിൽ എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടായിട്ടുണ്ടോ? അല്ലല്ല, അത് ഈ പടത്തിന്റെ ആയിട്ട് റിലേറ്റഡ് അല്ല. അല്ല അല്ല ഞാൻ ചേച്ചിയുടെ ഒരു ഫൈറ്റ് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു. ഇത്രയും വലിയ ലെജൻസ്, അതായത് മമ്മൂക്ക, രാജ്വി ഷെട്ടി സർ, ഇവരെല്ലാവരും നിൽക്കുമ്പോ ഞാനിവിടെ പോയി എന്ത് കാണിക്കാം? ചേച്ചി ആക്ച്വലി ഒരു ക്യാരക്ടർ എന്താ ഈ മൂവിയില്? അതും ഇന്നധികം ഒന്നും പറയരുത്. എന്നാ പിന്നെ സിനിമ ഒന്നും പറയാൻ സിത്താര എന്നാണ് ക്യാരക്ടറിന്റെ പേര്, മാത്രം പറയാം. സിത്താര എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അത്രയും ഒരു സീക്രട്ട് ആണ്. അത് പടത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പടത്തിന്റെ കഥ പറയുന്ന പോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്തത്. അടുത്ത ചോദ്യം. ശരി, എന്നെ ഇങ്ങനെ ഇതാക്കി പറഞ്ഞോണ്ട് ഞാനതവിടെ നിർത്തി. ഞാനൊരു റൗണ്ടിലോട്ട് കിടക്കുകയാണ്. എന്താ റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷം ഇപ്പൊ ആക്ച്വലി പ്രേമ മൂവി കഴിഞ്ഞിട്ട്, പക്ഷെ ഇപ്പോഴും 7 വർഷം 10 വർഷം കണ്ടായില്ലേ? 10 വർഷം 8 വർഷമായിട്ടുണ്ടാവും. അല്ല ആക്ച്വലി എന്റെ അടുത്ത് കുറെ 10 ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരും ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്ന മൂവിയാണ് പ്രേമം. പക്ഷെ ആ പടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു പാട്ടുണ്ട്. അതായത് മനസ്സിലായോ? കാലം കെട്ടുപോയി. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടായി പോയി ഇപ്പോഴും. അതെ, അപ്പൊ എനിക്ക് ആക്ച്വലി നമ്മള് മലയാളം ഈ പാട്ട് മീൻസ് തമിഴ് പാട്ട് അല്ലെങ്കിൽ ഒരു കന്നഡ പാട്ടൊക്കെ മലയാളത്തിൽ